ജനിച്ചിട്ട് ഏറെ ദിവസമാകാത്ത ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം ആലുവയിലെ ആസ്റ്റർ ഫാർമസിയിൽ നിന്നും കിട്ടിയ ഒരു പണിയാണ് ഇങ്ങനെ ഒരു വാർത്ത ചെയ്യാൻ ഇടയാക്കിയത്. കുട്ടിക്ക് കുടിക്കാനുള്ള മുലപ്പാൽ കുറവുള്ളത് കൊണ്ട് ഡോക്ടർ എഴുതി കൊടുത്ത ഒരു പാൽ ഉൽപ്പന്നം ആസ്റ്റർ ഫാർമസിയിൽ നിന്ന് വാങ്ങിയത് സിമിലാക്ക് ആണ്. 600 രൂപ റീറ്റെയിൽ പ്രൈസ് ഉള്ള സാധനം 533 രൂപ 90 പൈസ കൊടുത്ത് വാങ്ങി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറയുന്നത് ഇതിന്റെ കാലാവധി മെയ് മാസം ആദ്യം അവസാനിക്കുമെന്ന്. കുട്ടികൾക്കുള്ള പാലുൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ മിനിമം 6 മാസത്തെയെങ്കിലും കാലാവധി ഇല്ലെങ്കിൽ അത് മുഴുവനും വേസ്റ്റ് ആയി പോകും. ഉടനെ തന്നെ വാങ്ങിയ സിമിലാക്കും ബില്ലുമായി ആലുവയിലെ ആസ്റ്റർ ഫാർമസിയിൽ അവർ എത്തി. കാര്യം പറഞ്ഞു. എന്നാൽ ഫാർമസിയിലുള്ളവർ ഒരു രീതിയിലും അടുക്കുന്നില്ല. ഒടുവിൽ അവർ സാധനം തിരിച്ചെടുത്തു. പക്ഷേ അവർ കൊടുത്ത 533 രൂപ തിരികെ കൊടുക്കില്ലെന്ന് തന്നെ പറഞ്ഞു. ആരുടെയോ കയ്യിൽ നിന്നും കടം വാങ്ങിയാണ് ആ അമ്മ കൊച്ചിനുള്ള പാൽപ്പൊടി വാങ്ങാൻ പോയത്. സാധനം തിരികെ വാങ്ങി ഷെൽഫിൽ വെച്ച് പണം മടക്കി നൽകാതെ ഫാർമസിയിലുള്ളവർ അവരെ പറഞ്ഞയച്ചു. കയ്യൂക്ക് കാണിച്ച് കാര്യം നേടിയെടുക്കുന്ന പലരുമുള്ള ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നവന്റെ അല്ലെങ്കിൽ മിണ്ടാൻ പേടിക്കുന്നവന്റെ തലയിൽ കയറി നിറങ്ങുന്ന അവരുടെ സ്മാർട്ട്നെസ് ചോദ്യം ചെയ്യുക തന്നെ വേണം. ആരോട് എങ്ങനെ പറയണമെന്നറിയാതെ വിഷമിക്കുകയാണ് ആ അമ്മ. ഉപയോഗശൂന്യമാക്കാറായ സാധനങ്ങൾ ആൾക്കാരുടെ തലയിൽ കെട്ടിയേൽപ്പിക്കുവാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ കച്ചവടവുമായി ഇറങ്ങുന്നത്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് എങ്ങനെയാണ് കുട്ടിക്ക് അത് കൊടുക്കാൻ പറ്റുന്നത്? ഇതിലും ഭേദം ഒരു കൊച്ചു പിച്ചാത്തിയുമായിട്ട് പിടിച്ചു പറക്കി ഇറങ്ങുന്നതാണ് നല്ലത് എന്നാണ് പലരും അഭിപ്രായം പറഞ്ഞത്. വലിയ നിലവാരമുള്ള ഒരു പേരും അതിനടുത്ത് കെട്ടും മട്ടുമുള്ള കെട്ടിടവും കാണുമ്പോൾ ആരായാലും വിശ്വസിച്ചു പോകും. വിറ്റ സാധനം തിരിച്ചു വാങ്ങില്ല എന്ന് ഒരിടത്തും ഒരു നിയമവുമില്ല. ഉപയോഗിക്കാതെ ഏറെ സമയം കളയാതെ തന്നെ തിരിച്ചു കൊടുത്ത സാധനമാണത്. അത് വാങ്ങി ഷെൽഫിൽ വെക്കാൻ ഈ പത്രാസുകാർക്ക് ഒരു നാണവുമില്ല. ആ പാവപ്പെട്ടവന്റെ 500 രൂപ തിരിച്ചു കൊടുക്കാനാണ് അവർക്ക് ബുദ്ധിമുട്ട്. 500 രൂപ ആസ്റ്റർ ഫാർമസിക്കാർക്ക് ചെറിയ തുകയായിരിക്കാം. എന്നാൽ ആ അമ്മയ്ക്കും കുഞ്ഞിനും അതൊരു വലിയ തുക തന്നെയാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ല എന്ന് ജനം പറയുന്നത് കേൾക്കുമ്പോൾ അതെല്ലാം ശരിയാണ് എന്ന് തോന്നുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴാണ്. ഒരു വലിയ ബ്രാൻഡിന്റെ വിശ്വാസ്യതയിൽ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ്. അത് കാശുള്ളവനായാലും അല്ലാത്തവനായാലും സ്വന്തം കുട്ടിക്ക് മാതാപിതാക്കൾ ഏറ്റവും ബെസ്റ്റ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഉപഭോക്താവിന്റെ അവകാശങ്ങളെ അവഗണിക്കുന്ന സമീപനം എവിടെയുണ്ടായാലും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ചൊരു നവജാത ശിശുവിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാനുഷിക പരിഗണനയും ഉത്തരവാദിത്തവും അനിവാര്യവുമാണ്. മുലപ്പാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അമൃതിന് തുല്യമാണ്. സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ കുട്ടിക്ക് പാലല്ലാതെ വേറെ എന്താണ് കൊടുക്കുക? അതുപോലും മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരാണോ ബിഫാം ഡിഫാം പോലെയുള്ള സർട്ടിഫൈഡ് കോഴ്സും കഴിഞ്ഞ് ഫാർമസിയിലിരിക്കുന്നവർ? പ്രൊഡക്റ്റ് എങ്ങനെയെങ്കിലും വിറ്റു പോവുക എന്നതിനപ്പുറം ഒരു വിധത്തിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ്സും അവർക്കില്ലെന്ന് വേണം തന്നെ കരുതാം. ദിവസവും ഒരുപാട് 500കൾ കാണുന്ന അവർക്കത് ചെറിയ തുകയാണ്. ആ അമ്മയ്ക്ക് ഒരുപക്ഷെ 500 കിട്ടുന്നത് 5-10 ദിവസം കൂടുമ്പോഴായിരിക്കും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനായി ഉപഭോക്തൃ ബോധവും നിയമപരമായ ഇടപെടലുകളും കൂടുതൽ ശക്തമാക്കേണ്ട സമയമാണിത്.